മനുഷ്യരാശി ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ നമ്മുടെ ചിന്താശേഷി വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമായി മൽപിടുത്തം നടത്തിയിട്ടുണ്ട്. ഏതൊരു ചോദ്യത്തിനും കൃത്യവും വ്യക്തവുമായ ഉത്തരം കണ്ടെത്താനാണ് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ യുക്തിയുടെ നിഴലുകളിൽ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാത്ത ചില വിചിത്രമായ ചോദ്യങ്ങൾ പതിയിരിപ്പുണ്ട്. അവ നമ്മുടെ ആശയങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന വിരോധാഭാസങ്ങളും യുക്തിയുടെ പരിമിതികളെ നേരിടാൻ നമ്മെ നിർബന്ധിക്കുന്ന ബൗദ്ധിക തമോദ്വാരങ്ങളുമാണ്. അതാണ് പാരഡോക്സുകൾ. നമ്മുടെ അനുമാനങ്ങളെ വെല്ലുവിളിക്കുന്ന ചില പാരഡോക്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു വലിയ മണൽ കൂമ്പാരമുണ്ടെന്ന് കരുതുക. അതിൽ നിന്നും ഒരു മണൽ തരി എടുത്തു മാറ്റിയാൽ അപ്പോഴും അതൊരു മണൽ കൂമ്പാരം തന്നെയാണ്. കാരണം മണൽ കൂമ്പാരം എന്നത് ഒരു മണൽ തരിയല്ല. അടുത്ത് വീണ്ടും അതിൽ നിന്ന് ഒരു മണൽ തരിയും കൂടെ എടുത്തു മാറ്റുക, അപ്പോഴും അതൊരു മണൽ കൂമ്പാരം തന്നെയാണ്. ഇങ്ങനെ ഈ മണൽ കൂമ്പാരത്തിൽ നിന്നും ഓരോ മണൽ തരി വീതം എടുത്തു മാറ്റിക്കൊണ്ടേയിരിക്കണം. അവസാനം മണൽ കൂമ്പാരത്തിൽ 2-3 മണൽ തരിയേ ഉണ്ടായിരിക്കൂ. അങ്ങനെയെങ്കിൽ ഇപ്പോ ഇത് ശരിക്കും ഒരു മണൽ കൂമ്പാരം തന്നെയാണോ? മണൽ കൂമ്പാരം അല്ല എങ്കിൽ എപ്പോഴാണ് ഇത് അങ്ങനെ അല്ലാതായത്? അതായത് എത്രാമത്തെ മണൽത്തരി എടുത്തു മാറ്റിയപ്പോഴാണ് ഇത് മണൽ കൂമ്പാരം അല്ലാതായത്? ഇത് യഥാർത്ഥത്തിൽ കൃത്യമായ ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണ്. ഇതിനെ തന്നെ നമുക്ക് തിരിച്ചും ചിന്തിക്കാം. അതായത് 2 മണൽത്തരി എന്നത് ഒരു മണൽ കൂമ്പാരമല്ല. അതിൽ ഒരു മണൽത്തരി കൂടെ ഇട്ടാൽ അപ്പോഴും അത് മണൽ കൂമ്പാരമാകുന്നില്ല. വീണ്ടും ഒരു മണൽത്തരി ചേർത്താൽ അപ്പോഴും അത് മണൽ കൂമ്പാരമല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇനി എത്ര മണൽത്തരി ചേർത്താലും ഒരിക്കലും ഇതൊരു മണൽ കൂമ്പാരമാകില്ല. മണൽ കൂമ്പാരമാകുമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കൃത്യമായി എത്രാമത്തെ മണൽത്തരി ചേർത്തപ്പോഴാണ് ഇത് മണൽ കൂമ്പാരമായി മാറിയത് എന്നൊരു ചോദ്യം വരും. നിർഭാഗ്യവശാൽ ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഭാഷയിലുള്ള അനിശ്ചിതത്വമാണ് ഈ പാരഡോക്സ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ദാസൻ വളരെ പ്രഗത്ഭനായ ഒരു വക്കീലാണ്. ഒരിക്കൽ വിജയൻ ദാസന്റെ അടുത്ത് നിയമം പഠിക്കാൻ വന്നു. പക്ഷേ വിജയന്റെ പക്കൽ ഫീസ് കൊടുക്കാനുള്ള കാശുണ്ടായിരുന്നില്ല. അപ്പോൾ ദാസൻ ഒരു കോൺട്രാക്ട് മുന്നോട്ട് വെച്ചു. നിയമമെല്ലാം ഫീസ് ഇല്ലാതെ തന്നെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ ഒരു വക്കീലായ ശേഷം ആദ്യമായിട്ട് ഒരു കേസ് ജയിക്കുമ്പോൾ മാത്രം ആ ഫീസ് തന്നാൽ മതി. ഇതായിരുന്നു ദാസന്റെ കോൺട്രാക്ട്. വിജയൻ അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ വിജയൻ ഒരു വക്കീലായി. പക്ഷേ വിജയന് വക്കീലായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതിനാൽ അവൻ ഒരിക്കലും ഒരു കേസും ഏറ്റെടുത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും ജയിച്ചതുമില്ല. അനന്തരഫലമായി ദാസന് അവന്റെ കാശും കിട്ടിയില്ല. കുറെ നാളുകൾ കാത്തിരുന്ന ശേഷം ദേഷ്യം വന്ന ദാസൻ അവസാനം ഫീസ് കിട്ടാൻ വേണ്ടി വിജയന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇനിയാണ് പാരഡോക്സ് വരുന്നത്. കോടതി എന്ത് തന്നെ വിധിച്ചാലും ദാസന് വിജയൻ കാശ് കൊടുത്തേ പറ്റൂ എന്നാണ് ദാസൻ പറയുന്നത്. കാരണം കോടതി ദാസന് അനുകൂലമായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ വിജയൻ അതനുസരിച്ചേ മതിയാകൂ. അങ്ങനെ ദാസന് കാശ് കിട്ടും. ഇനി കോടതി ദാസന് പ്രതികൂലമായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ അതിനർത്ഥം വിജയൻ ആദ്യമായിട്ടൊരു കേസ് ജയിച്ചു എന്നാണ്. അങ്ങനെയെങ്കിൽ കോൺട്രാക്ട് പ്രകാരം അപ്പോഴും വിജയൻ ദാസന് കാശ് കൊടുക്കേണ്ടി വരും. എന്നാൽ ഇതേ സമയം കോടതി എന്ത് തന്നെ വിധിച്ചാലും താൻ കാശ് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് വിജയൻ പറയുന്നത്. കാരണം കോടതി വിജയൻ അനുകൂലമായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ പിന്നെ വിജയൻ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി കോടതി വിജയന് പ്രതികൂലമായിട്ടാണ് വിധിക്കുന്നതെങ്കിൽ അതിനർത്ഥം വിജയൻ കേസ് ജയിച്ചില്ല എന്നാണ്. അപ്പോൾ കോൺട്രാക്ട് പ്രകാരം കാശ് കൊടുക്കേണ്ട കാര്യമില്ല. നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസിനെയും കോൺട്രാക്റ്റുകളിലെ വ്യക്തതയില്ലായ്മകളെയും ഒക്കെയാണ് ഈ പാരഡോക്സ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്തമാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാരഡോക്സ് ആണിത്. മാത്സിലെ സെറ്റ് തിയറിയിലെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനായ റസ്സലാണ് ഇത് കണ്ടുപിടിച്ചത്. സംഭവം മാത്സിൽ ഒരു കൂട്ടം സംഖ്യകളുടെ ഒരു കളക്ഷനെ ഒരു സെറ്റ് എന്നാണ് പറയുന്നത്. സംഖ്യകളെ മാത്രമല്ല വിശദീകരിക്കാൻ കഴിയുന്ന എന്ത് കളക്ഷനെ വേണമെങ്കിലും ഇങ്ങനൊരു സെറ്റായിട്ട് പരിഗണിക്കാം. പക്ഷെ അത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാണിക്കാൻ റസ്സൽ ഒരു ചോദ്യം ചോദിച്ചു. എന്താണെന്നാൽ സ്വയം അംഗങ്ങളായി അടങ്ങിയിട്ടില്ലാത്ത എല്ലാ സെറ്റുകളെയും ഒരു സെറ്റായിട്ട് പരിഗണിക്കാം. ഈ സെറ്റിനെ ആൽഫ എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ ഈ ആൽഫ എന്ന സെറ്റ് ആൽഫയിലെ തന്നെ ഒരു അംഗമാണോ? അംഗമാണെന്നാണ് പറയുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം സ്വയം അംഗങ്ങളായി അടങ്ങിയിട്ടില്ലാത്ത ഒരു സെറ്റാണ് ആൽഫ. അപ്പോൾ അതിനെ ആൽഫയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി ഈ ആൽഫ എന്ന സെറ്റ് ആൽഫയിലെ തന്നെ അംഗമല്ല എന്നാണ് പറയുന്നതെങ്കിൽ അതും തെറ്റാണ്. കാരണം ആൽഫയിലെ അംഗമല്ലെങ്കിൽ അത് ആൽഫ എന്ന സെറ്റിന്റെ വിശദീകരണത്തിനെ സാധൂകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിനെ ആൽഫയിലെ ഒരു അംഗമായിട്ട് പരിഗണിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം തന്നെ ആൽഫ എന്ന സെറ്റിനെ ആൽഫയിലെ തന്നെ ഒരു അംഗമാക്കാനും സാധിക്കില്ല, എന്നാൽ അംഗമാക്കാതിരിക്കാനും സാധിക്കില്ല. ഇത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബാർബർ പാരഡോക്സ് എന്നൊരു ഉപമയുണ്ട്. അതായത് ഒരു ഗ്രാമത്തിൽ ഒരു ബാർബറുണ്ട്.
സ്വന്തമായി മുടി വെട്ടാത്തവരുടെ മുടി മാത്രമേ ഈ ബാർബർ വെട്ടുകയുള്ളൂ. ഇതാണ് ഈ ബാർബറിന്റെ നിയമം. അങ്ങനെയെങ്കിൽ ഈ ബാർബർ സ്വന്തം മുടി വെട്ടുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. ബാർബർ സ്വന്തം മുടി വെട്ടുമെങ്കിൽ അയാളുടെ നിയമം അനുസരിച്ച് അയാളുടെ മുടി വെട്ടാൻ പാടില്ല. ഇനി അയാൾ സ്വന്തം മുടി വെട്ടില്ല എന്നാണെങ്കിൽ അയാളുടെ നിയമം അനുസരിച്ച് അയാൾ സ്വന്തം മുടി വെട്ടേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ മുടി വെട്ടാനും പറ്റില്ല, വെട്ടാതിരിക്കാനും പറ്റില്ല. എന്തായാലും ഈ ഒരു പാരഡോക്സ് കാരണമാണ് പിന്നീട് സെറ്റ് തിയറി കൂടുതൽ മികച്ച രീതിയിൽ വികസിപ്പിച്ചത്. നിങ്ങൾ പച്ച നിറത്തിലുള്ള ഇലകൾ കണ്ടാൽ അത് കാക്കകളുടെ നിറം കറുപ്പാണെന്നതിന്റെ ഒരു തെളിവായിരിക്കും എന്നാണ് ഈ പാരഡോക്സ് പറയുന്നത്. അതായത് കാക്കകളെല്ലാം കറുപ്പാണ് എന്നൊരു സിദ്ധാന്തം നമ്മൾ ഉന്നയിക്കുന്നു എന്ന് കരുതുക. ഈ സിദ്ധാന്തം ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെന്ന് കാക്കകളെ നിരീക്ഷിച്ചു നോക്കും. അപ്പോൾ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഓരോ കാക്കയും നമ്മുടെ സിദ്ധാന്തത്തിന്റെ തെളിവാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ കാക്കകളെല്ലാം കറുപ്പാണെന്ന് പറയുമ്പോൾ കറുപ്പല്ലാത്തതൊന്നും കാക്കകളല്ല എന്ന് കൂടെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പച്ച നിറത്തിലുള്ള ഇലകളും യഥാർത്ഥത്തിൽ കാക്കകളെല്ലാം കറുപ്പാണ് എന്നതിന്റെ തെളിവാണ്. കാരണം ഇലയുടെ നിറം കറുപ്പുമല്ല, അതൊരു കാക്കയുമല്ല. ഇതിൽ പാരഡോക്സ് എന്താണെന്നാൽ ഒരു പച്ചയില കാക്കകളെല്ലാം കറുപ്പാണെന്ന സിദ്ധാന്തവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. പക്ഷെ എങ്കിലും അത് ആ സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവ് തന്നെയാണ്. സിദ്ധാന്തങ്ങൾക്ക് പിന്നിലെ തെളിവുകൾ കണ്ടെത്തുന്നതിലുള്ള വളരെ സങ്കീർണമായ വെല്ലുവിളികളെ ഈ പാരഡോക്സ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിന് 2 ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് കരുതുക. ട്രീറ്റ്മെന്റ് എയും ട്രീറ്റ്മെന്റ് ബിയും. 2 ട്രീറ്റ്മെന്റ്സും എത്രത്തോളം മികച്ചതാണെന്ന് ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാകും. ട്രീറ്റ്മെന്റ് എ 67% സക്സസ്ഫുൾ ആയിരുന്നു. ട്രീറ്റ്മെന്റ് ബി ആണെങ്കിൽ 53%. അപ്പോൾ തീർച്ചയായും ട്രീറ്റ്മെന്റ് എ തന്നെയാണ് നല്ലതെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ട്രീറ്റ്മെന്റ്സ് നടത്തിയിരുന്നു. ട്രീറ്റ്മെന്റ് എ പുരുഷന്മാർക്ക് 70% വിജയവും സ്ത്രീകൾക്ക് 40% വിജയവുമായിരുന്നു. എന്നാൽ ട്രീറ്റ്മെന്റ് ബി ആണെങ്കിൽ പുരുഷന്മാർക്ക് 80% വിജയവും സ്ത്രീകൾക്ക് 50% വിജയവുമാണ്. അതായത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രീറ്റ്മെന്റ് ബി തന്നെയാണ് കൂടുതൽ വിജയ സാധ്യത നൽകുന്നത്. എന്നാൽ മൊത്തത്തിലുള്ള വിജയ ശതമാനം നോക്കുമ്പോൾ ട്രീറ്റ്മെന്റ് എ ആണ് മികച്ചത്. ഈ വൈരുദ്ധ്യം തന്നെയാണ് പാരഡോക്സും. പക്ഷെ ഇത് ഉത്തരമില്ലാത്ത പാരഡോക്സ് അല്ല. ഇതിന്റെ സീക്രട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ ഇനിയും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് ട്രീറ്റ്മെന്റ് എയിലും ബിയിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള കണക്ക് മാറിയത്. ഈ പാരഡോക്സ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്നാൽ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ അതിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വാരിയബിൾസും കൃത്യമായിട്ട് തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കണം. അല്ലെങ്കിൽ തെറ്റായ രീതിയിലായിരിക്കും നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിനെ കാണുന്നത്. ശനിയാഴ്ച ദിവസം ഒരു ജഡ്ജ് ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അടുത്ത ആഴ്ചയായിരിക്കും കുറ്റവാളിക്ക് ശിക്ഷ നടപ്പിലാക്കുന്നത്. പക്ഷെ അടുത്ത ആഴ്ച ഏത് ദിവസമാണ് ശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് ജഡ്ജ് പറഞ്ഞില്ല. അതിനു പകരം ഏതെങ്കിലും ഒരു ദിവസം ഉച്ചയ്ക്ക് മുൻപായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നതെന്നും അത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കുമെന്നുമാണ് ജഡ്ജ് പറഞ്ഞത്. എന്നാൽ കുറ്റവാളി അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയപ്പോൾ തന്റെ വധശിക്ഷ അടുത്ത ആഴ്ച നടപ്പിലാക്കില്ലെന്നാണ് മനസ്സിലായത്. കാരണം എന്തായാലും ശനിയാഴ്ച ആയിരിക്കാനുള്ള സാധ്യതയില്ല. എന്തെന്നാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുന്നേ വധശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ പിന്നെ ബാക്കി ഒരു ദിവസം മാത്രമേയുള്ളൂ. അപ്പോൾ ശനിയാഴ്ച തന്നെ ശിക്ഷ നടപ്പിലാക്കുമെന്നത് ഉറപ്പാണ്. പക്ഷെ അത് കുറ്റവാളിക്ക് ഒരു സർപ്രൈസ് ആയിരിക്കില്ല. അതുകൊണ്ട് ശനിയാഴ്ച എന്തായാലും ശിക്ഷ നടപ്പിലാക്കില്ല. ഇനി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുന്നേ ശിക്ഷ നടപ്പിലാക്കിയില്ലെങ്കിൽ തീർച്ചയായും വെള്ളിയാഴ്ച തന്നെ നടപ്പിലാക്കുമെന്ന് കുറ്റവാളി ഊഹിക്കും. അപ്പോൾ അതും കുറ്റവാളിക്ക് ഒരു സർപ്രൈസ് ആയിരിക്കില്ല. അങ്ങനെ ഈ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഏത് ദിവസം ശിക്ഷ നടപ്പിലാക്കിയാലും അത് കുറ്റവാളിക്ക് സർപ്രൈസ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ നടപ്പിലാക്കാനും സാധിക്കില്ല. പക്ഷേ ബുധനാഴ്ച രാവിലെ ഒരു സോൾജിയർ വന്ന് കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ കുറ്റവാളി സർപ്രൈസ് ആവുകയും ചെയ്തു. ഇവിടെ കൃത്യമായ ലോജിക്ക് ഉപയോഗിച്ച് കുറ്റവാളി ഒരു കാര്യം മനസ്സിലാക്കിയിട്ടും സംഭവിച്ചത് അതിന്റെ നേരെ വിപരീതമായിട്ടാണ്. അത് തന്നെയാണ് പാരഡോക്സും. ഈ പാരഡോക്സിന് പൊതുവെ അംഗീകരിക്കപ്പെട്ട സൊല്യൂഷൻ ഒന്നും തന്നെയില്ല. ബെർട്രാൻഡ് റസൽ എന്നൊരു തത്വചിന്തകൻ 1952 അസാധാരണമായ ഒരു അവകാശവാദം ഉന്നയിച്ചു.
ഭൂമിക്കും മാർസിനും ഇടയിലുള്ള ഏതോ ഒരു ഓർബിറ്റിലൂടെ ഒരു ചെറിയ ചായപാത്രം സൂര്യനെ വലം വെക്കുന്നുണ്ട്. പക്ഷെ അത് തീരെ ചെറിയ ചായപാത്രമാണ്. അതുകൊണ്ട് തന്നെ എത്ര പവർഫുൾ ആയിട്ടുള്ള ടെലിസ്കോപ്പ് ഉപയോഗിച്ചാലും ഒരിക്കലും അതിനെ കണ്ടെത്താൻ സാധിക്കില്ല. ഇതായിരുന്നു റസലിന്റെ അവകാശവാദം. ഇതിൽ പാരഡോക്സ് എന്താണെന്നാൽ ഈ അവകാശവാദം സത്യമാണെന്ന് തെളിയിക്കാനുള്ള യാതൊരു തെളിവും റസലിന്റെ പക്കൽ ഇല്ല. എന്നാൽ അതേസമയം ഈ അവകാശവാദം തെറ്റാണെന്ന് തെളിയിക്കാനും ആർക്കും തന്നെ സാധിക്കുകയുമില്ല. ഇത് യഥാർത്ഥത്തിൽ സാർക്കാസ്റ്റിക് ആയിട്ട് റസൽ രൂപപ്പെടുത്തിയ ഒരു പാരഡോക്സ് ആണ്. കൃത്യമായി പറഞ്ഞാൽ ദൈവം എന്ന കെട്ടുകഥയുടെ തെളിവില്ലായ്മയെ പൊളിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയത്. അതായത് ദൈവത്തിന്റെ തെളിവൊന്നും ഇല്ലല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ പറ്റുമെങ്കിൽ ദൈവമില്ലെന്ന് നിങ്ങൾ തെളിയിക്കാൻ, അല്ലെങ്കിൽ ദൈവമില്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലല്ലോ എന്നായിരിക്കും ദൈവവിശ്വാസികളുടെ മറുപടി. പക്ഷേ യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചാൽ അത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ്. അത് സത്യമാണെന്ന് തെളിയിക്കേണ്ട തെളിവുകൾ കൊണ്ടുവരേണ്ടതും അയാളുടെ ചുമതലയാണ്. അല്ലാതെ അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. അതില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തവും മറ്റുള്ളവർക്കില്ല. ഇത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് റസൽ ഈ പ്രശസ്തമായ പാരഡോക്സ് നിർമ്മിച്ചത്. ഇതിലേത് പാരഡോക്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൗതുകകരമായിട്ട് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.